ഭരണത്തിൽ നിന്ന് കൊള്ളയടിക്കാൻ പറ്റാത്ത ലീഗ് മരണത്തിൽ നിന്ന് കൊള്ളയടിക്കുക. ശബന്തീനികളായി മാറരുത്, നമുക്ക് പറയാനുള്ളതാണ്. എങ്ങനെയും കൊള്ളയടിക്കണം, അത് ലീഗിൻ്റേതാണ്. കൊള്ളയില്ലാതെ, അത്യാവശ്യം കച്ചവടം ഇല്ലാതെ ലീഗിന് നിൽക്കാൻ പറ്റില്ല. നല്ല മദ്യത്തിനൊക്കെ അഡിക്റ്റായി പോയവർ രാവിലെ രണ്ടടിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കും പോലെയാണ് ലീഗിന്. കുറച്ച് കാലമൊക്കെ പിടിച്ചു നിന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കൈവിറയൽ തുടങ്ങി. ഇത് കൈയിട്ട് വാരി ശീലമാണല്ലോ, അപ്പോൾ കൈയിട്ട് വാരൽ നിന്നുപോയി, പിന്നെ കൈവിറയലാണ്. സർവകലാശാലയിലെ സമരത്തിൽ SFIക്കൊപ്പം KSU അണിചേരേണ്ടതായിരുന്നു, പക്ഷേ KSU വിട്ട് നിൽക്കുകയാണെന്നാണ് വലിയൊരു ആക്ഷേപം. സമരത്തിൽ അതിന് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ഇപ്പോൾ കേരള സർവകലാശാല ആദ്യത്തെ ദിവസം യഥാർത്ഥത്തിൽ KSU SFI പുറത്ത് സമരം ചെയ്യുമ്പോൾ KSU അകത്തുപോയി സമരം ചെയ്തു വരാം, പിന്നെ അവരെ കാണാനില്ല. അത് KSU നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. RSSനെതിരെ സമരം ചെയ്യുന്നതിൽ നിന്ന് ആരാണ് അവരെ തിരിച്ചു വിളിച്ചത്, ആരാണ് വിലക്കിയത് എന്ന് KSU നേതൃത്വം പറയട്ടെ. കേരള സർവകലാശാലയിൽ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. ആദ്യത്തെ ദിവസം SFI സമരം ചെയ്യുന്നു, സർവകലാശാല സെനറ്റ് ഹാളിനകത്ത് KSU സമരം ചെയ്തിരുന്നു. പിറ്റേന്ന് മുതൽ അവർ സമരത്തിനില്ലാന്ന് മാത്രമല്ല, സമരം ചെയ്യുന്ന SFIയെ ഇകഴ്ത്തി ഗുണ്ടാ സംഘമാണെന്ന് ആക്ഷേപിച്ച് ശ്രീ VD സതീശൻ പ്രസ്താവന നടത്തുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആരോ വിലക്കി. ആരാണ് വിലക്കിയത്, എന്തിനാണ് വിലക്കിയത്? RSSനോടുള്ള വിധേയത്വമാണ്. ശ്രീ VD സതീശനാണ് ആ വിലക്കിന് പിന്നിൽ. കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിന് അന്ധമായ മാർക്സിസ്റ്റ് വിരുദ്ധതയാണുള്ളത്. അവർ കാണുന്നില്ല. ഇന്നലത്തെ ഹൈക്കോടതി വിധി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കണ്ടോ, കേട്ടോ? വളരെ വ്യക്തമായി പറയുകയല്ലേ, SFI നടത്തുന്ന മുദ്രാവാക്യം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ശരിയാണ് എന്ന് തെളിയിക്കുകയല്ലേ. ആ ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്ത SFIക്കാരെ തെറിവിളിക്കുന്നു, അവരെ മോശമായി ആക്ഷേപിക്കുന്നു. KSUവിനെ ആ സമരസ്ഥലത്തേക്ക് വിടുന്നില്ല, ലീഗ് വിധി ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രശ്നം കേരളത്തിലെ സർവകലാശാലകളെ വർഗീയവൽക്കരിക്കുന്നതിന് സംഘപരിവാർ നടത്തുന്ന നീക്കമുണ്ട്. അതിൻ്റെ പങ്ക് പറ്റുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ വിവിധ സർവകലാശാലകളിൽ അവർക്ക് വിവിധ പദവികൾ ലഭിച്ചിരിക്കുകയാണ്. കുറച്ച് പദവി RSSന്, കുറച്ച് പദവി കോൺഗ്രസ്സിന് പങ്കുവയ്പ് നടക്കുകയാണ്. ആ പങ്ക് പറ്റിയത് കൊണ്ട് തന്നെ അവർ ആ സമരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉന്നത സർവകലാശാലകളെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്നതിന് ഒറ്റുകൊടുക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ ലീഗിൻ്റെ നേതൃത്വത്തിൽ വലിയ ഭൂമി തട്ടിപ്പാണ് നടന്നത്. കുഞ്ഞാലിക്കുട്ടിയിലെ ബന്ധു, ഒപ്പം തന്നെ വീട് നിർമ്മാണ സമിതി അംഗമാണ് ഈ തട്ടിപ്പിന് നേതൃത്വമുണ്ട്. ഭരണത്തിൽ നിന്ന് കൊള്ളയടിക്കാൻ പറ്റാത്ത ലീഗ് മരണത്തിൽ നിന്ന് കൊള്ളയടിക്കുക. ഭരണം കാത്തിരുന്നു കൊള്ളയടിക്കാൻ, ഭരണം കിട്ടിയില്ല, പിന്നെ മരണത്തിൽ നിന്ന് കൊള്ളയടിക്കുക. ഈ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ശബന്തീനികളായി മാറരുത്, നമുക്ക് പറയാനുള്ളതാണ്. എങ്ങനെയും കൊള്ളയടിക്കണം, അത് ലീഗിൻ്റേതാണ്. കൊള്ളയില്ലാതെ, അത്യാവശ്യം കച്ചവടം ഇല്ലാതെ ലീഗിന് നിൽക്കാൻ പറ്റില്ല. നല്ല മദ്യത്തിനൊക്കെ അഡിക്റ്റായി പോയവർ രാവിലെ രണ്ടടിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കും പോലെയാണ് ലീഗിന്. കുറച്ച് കാലമൊക്കെ പിടിച്ചു നിന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കൈവിറയൽ തുടങ്ങി. ഇത് കൈയിട്ട് വാരി ശീലമാണല്ലോ, അപ്പോൾ കൈയിട്ട് വാരൽ നിന്നുപോയി, പിന്നെ കൈവിറയലാണ്. പിന്നെ ആ കൈവിറയൽ മാറ്റാൻ ഭരണം കിട്ടുന്നുമില്ല, പിന്നെ ഭരണം വിട്ടു, മരണത്തിൽ നിന്ന് കൈയിട്ട് വാരൽ തുടങ്ങി. സർക്കാരിനോട് സഹകരിച്ചില്ല ലീഗ്. എന്തുകൊണ്ടാണ് സഹകരിക്കാത്തത്? ഞങ്ങളിപ്പോൾ 20 കോടി DYFI പിരിച്ചു, കേരള സംസ്ഥാന ഘടകം സംസ്ഥാന സർക്കാരിന് കൊടുത്തു. സർക്കാരല്ലേ ചെയ്യേണ്ടത്, സർക്കാർ ചെയ്യട്ടെ. സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. അതെന്തിനായിരുന്നു? ഈ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടല്ലേ. എന്തിനാണിങ്ങനെ? ഇപ്പോൾ ലീഗിന് പൈസ കൊടുത്ത ലീഗിൻ്റെ എല്ലാം സാധാരണക്കാരായ മനുഷ്യരുണ്ടല്ലോ, ഗൾഫിലെല്ലാം അധ്വാനിക്കുന്ന പാവങ്ങൾ, ഹോട്ടൽ പണി ചെയ്യുന്നവർ, മൊബൈൽ കടയിൽ ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവർ, അവരെല്ലാവരും കൊടുത്ത കാശാണല്ലോ. ആ കാശ് കൊണ്ട് കൊള്ളയടിക്കല്ലേ അവർ. അപ്പോൾ ജനം മനസ്സിലാക്കട്ടെ, ലീഗിൻ്റെ അണികൾ മനസ്സിലാക്കട്ടെ, അവരാരെങ്കിലും അവരെ തിരുത്തുമെങ്കിൽ തിരുത്തട്ടെ. ഏതായാലും ജനം ഇതെല്ലാം കാണുന്നുണ്ട്. ഇതൊരു കൊള്ളസംഘമാണ്. അപ്പോൾ ഇവരൊക്കെ ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഈ KV സുധാകരനെ രാജ്യസഭാ അംഗമാക്കിയതിനെ വലിയ രീതിയിൽ വിമർശനം വരുന്നുണ്ട്. RSS നോമിനിയായാണ്, താങ്കളും രാജ്യസഭാ മെമ്പറാണ്. ഇങ്ങനെയാണോ രാജ്യസഭയിലേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യേണ്ടത്? അത് കീഴ്വഴക്കങ്ങൾക്കെതിരാണ്, അത് ശരിയായ രീതിയല്ല, അത് അങ്ങേയറ്റം ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ നിന്നും വന്നയാൾ ശ്രീമതി PT ഉഷയായിരുന്നു. PT ഉഷയാക്കുന്നതിൽ BJPക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാകാം, പക്ഷേ PT ഉഷയാക്കിയതിനെ ആർക്കും ആ അർത്ഥത്തിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എമിനൻ്റ് പേഴ്സണാലിറ്റി എന്ന പട്ടികയിൽ വരുന്നയാൾ തന്നെയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടയാളാണ്, എമിനൻ്റ് പേഴ്സണാലിറ്റി തന്നെയാണ്. അങ്ങനെ ഒട്ടേറെ പേർ, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. ലതാ മങ്കേഷ്കർ, ഇപ്പോൾ അവിടെ ഇളയരാജ, ഒരുപാട് പേർ. അത് ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല, ആര് ശുപാർശ ചെയ്യുന്നു എന്നുള്ളതല്ല, വരുന്നയാൾ എമിനൻ്റ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ല ഉണ്ടായത്. അത് ദൗർഭാഗ്യകരമാണ്.
പിന്നെ വേറൊരു കാര്യം, ഈ BJP-യിൽ നിന്ന് RSS-ൽ നിന്നെല്ലാം ഈ ഭരണഘടനാ മൂല്യങ്ങൾ അവർ സംരക്ഷിച്ചു കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നതും ശരിയല്ല. അവരിൽ നിന്നതൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ.